വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയ്ക്ക് ഫോൺ കോൾ. അഭിഭാഷകയെന്ന് പരിചയപ്പെടുത്തിയ ആളാണ് വിളിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നു. നിമിഷപ്രിയയുടെ സന്ദേശം 24-ന് ലഭിച്ചു. ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനീത വിജയാണ്. വിനീത, ഗുഡ് ഈവനിങ്. അപ്പോൾ നിമിഷപ്രിയയുടെ ഒരു ശബ്ദ സന്ദേശം, ഇത് നിമിഷപ്രിയ ആർക്കാണ് കൈമാറിയത്? ഒരാശങ്ക അതിൽ പങ്കുവെക്കുന്നുണ്ട്. അഭിഭാഷകയാണ് വിളിച്ചത് ഇക്കാര്യം പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഇക്കാര്യം ജയിലധികൃതരാണോ അതോ അഭിഭാഷകരാണോ അറിയിക്കുന്നത്? അവിടുത്തെ ഒരു നിയമ സംവിധാനം വഴി വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളിനെ അതിനെക്കുറിച്ച് അറിയിക്കുന്ന രീതി എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങളുണ്ടോ അതോ നിമിഷപ്രിയയുടെ ഒരു ആശങ്ക മാത്രമാണോ ഇത്? ക്രിസ്റ്റിന, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. നിലവിൽ യമനിലെ സനായിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത്. ഇവിടെയാണ് നിമിഷപ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അഭിഭാഷക എന്ന് പരിചയപ്പെടുത്തിയ ഒരാളാണ് നിമിഷപ്രിയയോട് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഈ വധശിക്ഷ സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമായി ഇക്കാര്യം ജയിൽ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഈ അഭിഭാഷക എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ തന്നോട് സംസാരിച്ചതെന്നാണ് നിമിഷപ്രിയ പറയുന്നത്. തന്റെ അഭിഭാഷകയല്ല, മറ്റൊരു അഭിഭാഷകയാണ് ഈ കാര്യം തന്നോട് അറിയിച്ചതെന്നും ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത് നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലിന് നിമിഷപ്രിയ തന്നെ അയച്ച സന്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിലവർ പറയുന്നത് ഈ തീയതി സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമായെന്നാണ് ഈ അഭിഭാഷക തന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ജയിൽ അധികൃതർക്ക് കൈമാറിയെന്നും ഈ ഓഡിയോ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അഭിഭാഷക പറഞ്ഞുവെന്നാണ് ആ സന്ദേശത്തിൽ അവർ വ്യക്തമാക്കുന്നത്. എല്ലാം എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറയുന്നുണ്ട്. എല്ലാവരും ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കില്ലേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിനുശേഷമായിരിക്കുമല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നും അവർ ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് തനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ തീരുമാനമായെങ്കിൽ ഈ റംസാൻ അവധിക്കൊക്കെ ശേഷം അത്തരത്തിലേക്ക് ഒരു വധശിക്ഷ അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയേക്കുമോ എന്നൊരു ആശങ്ക കൂടി അവർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. ആക്ഷൻ കൗൺസിലിനാണ് അവർ ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. വലിയ ആശങ്ക തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിൽ തുടരുകയാണ്. അവിടെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായൊക്കെ സംസാരിക്കാൻ ഈ ആക്ഷൻ കൗൺസിൽ മുഖേനയൊക്കെ തന്നെ അവർ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ ദയാധനം നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ യമനിലെ തന്നെ ഹൂതി വിഭാഗത്തിൽപ്പെട്ട അധികൃതരാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. നേരത്തെ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പാർലമെന്റിലുമൊക്കെ ഈ എംപിമാർ ഈ ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴുമൊക്കെ നമുക്ക് ഔദ്യോഗികമായൊക്കെ തന്നെ ലഭ്യമായിട്ടുള്ള മറുപടി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഔദ്യോഗികമായി കുറെ കൂടി വ്യക്തതകൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ആക്ഷൻ കൗൺസിലിന് നിമിഷപ്രിയ അയച്ച സന്ദേശത്തിലാണ് അവരുടെ ആശങ്ക അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വധശിക്ഷ സംബന്ധിച്ചുകൊണ്ടുള്ള തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി എന്നൊരു അഭിഭാഷക തന്നെ വിളിച്ചു പറഞ്ഞുവെന്നാണ് പറയുന്നത്. ഇറാൻ പ്രതിനിധി മുൻപ് ഇന്ത്യയിലെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇടപെടലൊന്നും ഫലം കണ്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ക്രിസ്റ്റീന, ഈ ഇറാൻ പ്രതിനിധി ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുകയും ഇവിടെയുള്ള മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഈ നിമിഷപ്രിയയുടെ കാര്യം സൂചിപ്പിച്ചതായി പിന്നീട് കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം പിന്നീടാണ് ഈ ഇറാൻ അധികൃതരെക്കാളും ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഈ ഹൂതി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രത്യേക ഗോത്രവും പ്രത്യേക
നിയമപരമായിട്ടുള്ള ചില അധികാരങ്ങളുമുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ഇരു കുടുംബങ്ങളുമായി സംസാരിച്ച് ആ കാര്യങ്ങളിൽ അവർ ഒരു അനുനയ നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടതെന്നാണ് കേന്ദ്രം നേരത്തെ തന്നെ ഈ ആശങ്ക അറിയിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് പോയത്. ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട ഈ യമൻ പൗരന്റെ കുടുംബം ഈ ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിലൊന്നും ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താനോ സംസാരിക്കാനോ ഒന്നും നിമിഷപ്രിയയുടെ അമ്മയ്ക്കും സാധിച്ചിട്ടില്ല. ഈ നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അവർ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഹൂതി ഗോത്ര തലവന്മാരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി അവരുടെ കൂടി ഒരു അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഈ കുടുംബവുമായൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ ഈ അവിടുത്തെ നിയമം വെച്ച് മുൻനിർത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു ഫോൺ കോൾ ലഭിച്ചുവെന്ന് നിമിഷപ്രിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.